ചെമ്മീൻ വറുത്തതുണ്ട്. കൊടംപുളി ഇട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്. ഉപ്പിലിട്ട മാങ്ങയുണ്ട്. ഉണ്ണാൻ വാ മച്ചുനനെ. ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് നല്ല കൊടംപുളി ഇട്ട ചെമ്മീൻ കറി. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് കൊടംപുളി ഇട്ട ചെമ്മീൻ കറി ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 250 ഗ്രാം ചെമ്മീന് നന്നാക്കിയിട്ട് അത്രയും, അപ്പൊ ഇത് വേണമെങ്കിൽ 150 ഗ്രാം ഉണ്ടാവും കേട്ടോ. നന്നാക്കി വന്നപ്പോ അത്രയും ചെമ്മീനാണ് ക്ലീൻ ആക്കി എടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും കൂടിയിട്ട് തിരുമ്പി വെച്ചതാണ് കേട്ടോ. കൊടംപുളിയാണ്. കൊടംപുളി ഒരു 4 കഷ്ണം ഞാൻ വലിയ കഷ്ണമായിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കണം കേട്ടോ, നല്ല കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ. ഇത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 1 കഷ്ണം ഇഞ്ചി, അതുപോലെ പച്ചമുളക് ഒരു 4 സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കാച്ചിടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 2 നുള്ള് ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ കടുക് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 5-8 ഉള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 വറ്റൽമുളക്. പിന്നെ നമ്മള് വെളിച്ചെണ്ണയാണ് നമ്മൾ ഇനി ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം വേണം, പിന്നെ കുറച്ച് സോൾട്ടും വേണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മള് ചെറിയ മൺചട്ടിയാണ്, കുറച്ച് മാത്രമല്ലോ, അപ്പൊ ചെറിയൊരു മൺചട്ടിയാണ് നമ്മള് വെച്ചേക്കണത്. അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നമ്മള് ആ പാട്ടിൽ പറഞ്ഞ പോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കറി എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണ്. ചോറിന്റെ ഒക്കെ ഒപ്പം കഴിക്കാനിത്. മറ്റേ നാളികേരപ്പാലോ അതൊന്നും ചേർക്കണില്ല. നല്ല അടിപൊളി സംഭവമാണ്. അപ്പൊ ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ വന്നിട്ട് വഴറ്റണം ആദ്യം. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, മുളകും വേപ്പിലും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചാൽ, എന്ന് വെച്ചാൽ ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടല്ലേ, അപ്പൊ പിന്നെ സ്പൈസ് പൗഡേഴ്സ് ഒക്കെ ഇടുമ്പോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പൊ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനിയാണ് കുക്ക് ചെയ്യണത്. അപ്പൊ നമ്മള് ചെമ്മീന്റെ വേറെ കറികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെമ്മീൻ മാങ്ങിയിട്ടിട്ട്, അതുപോലെ ചെമ്മീൻ കായിട്ടിട്ട്. അതൊരു ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. എന്ന് വെച്ചാല് എന്റെ വീട്ടിൽ വെക്കുന്ന രീതിയല്ല, പ്രിൻസാറിന്റെ വീട്ടില് കല്യാണം കഴിച്ച് വന്നപ്പോ അവിടെ വെക്കുന്ന രീതി. അവിടെ അമ്മാമയൊക്കെ അങ്ങനെ വെച്ച് പോന്നിട്ട് അവിടെ അമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കറിയാണ്. ഭയങ്കര ടേസ്റ്റാ അങ്ങനെ വെക്കുമ്പോ. നമ്മൾ ഉണക്കച്ചെമ്മീനൊക്കെ അങ്ങനെ വെക്കും, കായിട്ടിട്ട് വെക്കാറുണ്ട്. പക്ഷെ പച്ചച്ചെമ്മീൻ ഇതുപോലത്തെ ചെമ്മീനിട്ട് കായിട്ടിട്ട് വെക്കുന്ന ആ കറി സൂപ്പറാണ്. അപ്പൊ അന്ന് കുറെ പേര് ഉണ്ടാക്കിയിട്ട് എനിക്ക് അന്ന് ഫോട്ടോ ഒക്കെ അയച്ചത്. നന്നായി ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉള്ളൊരു കറിയാണെന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഉള്ളിയും ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്ത് വെച്ചിരിക്കണേ. അപ്പൊ നല്ല റെഡ് കളറും ഉണ്ടാവും, പിന്നെ അതിനൊരു ചെറിയൊരു കൊഴുപ്പും ഉണ്ട്. അപ്പൊ അത് ഒരു തിക്നെസ് പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇനി നമ്മൾ ഇതിലേക്ക് ഈ കൊടപ്പുളിയിലെ, അപ്പൊ ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് വഴറ്റാം. കൊടപ്പുളി ആ വെള്ളത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ ചെമ്മീനില് ഇത്തിരി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഉപ്പ് മാത്രം കുറച്ചിട്ട് കൊടുക്കാം. ഈ ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിക്കാം കേട്ടോ.
ഇനി ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പൊ കാശ്മീരി മുളക് പൊടി ഇല്ലാത്തവര് 3 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടി ഒന്നും ഇടരുത് കേട്ടോ, ഭയങ്കര എരിവായിരിക്കും. അപ്പൊ അങ്ങനെ കാശ്മീരി മുളക് പൊടി ഇല്ല വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 ടീസ്പൂൺ മാത്രം മുളക് പൊടി ഇടുക കേട്ടോ, അത് മാത്രം മതി ഇതിന്. അപ്പൊ ഇത് കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ. മീനിടുന്നതിന് മുന്നേ, ചെമ്മീൻ ഇടുന്നതിന് മുന്നേ നല്ല സ്മെല്ലാ. പിന്നെ നമുക്കറിയാലോ ചെമ്മീന് ഇട്ട് കഴിഞ്ഞാൽ ഒരു 3, 4, 5 മിനിറ്റ് അതിന്റെ ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടാല്ലാണ്ട്. അപ്പൊ ചിലവരെന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിച്ച് വെറ്റിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചെമ്മീൻ ഇങ്ങനെ ഹാർഡായി പോകണം. അപ്പൊ ആവശ്യത്തിന് ഉള്ള വെള്ളം മാത്രം നമ്മള് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ ചെമ്മീൻ വേവാൻ വേണ്ടിയിട്ട്. ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് വരാൻ ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്. അപ്പൊ അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഒരു 4-5 മിനിറ്റ് അതിന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകട്ടെ. അത്രയ്ക്ക് വേവുള്ളൂ, അപ്പൊ അതിനും കൂടുതൽ വേവിക്കണ്ട. അപ്പൊ നല്ല തിക്കായിട്ട് തന്നെയാണ് ഗ്രേവിയും ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ചട്ടി അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഉണ്ടാക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പൊ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് 2 വറ്റൽമുളക്, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ചെറിയ ഉള്ളി. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരണം കേട്ടോ. അപ്പൊ ഇതൊന്നുകൂടി മൊരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 2 നുള്ള് ഉലുവപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടൊന്ന് വഴറ്റണം. ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ ഇടാൻ പോണത്. എന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട്. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ പൊടികൾ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 2 നുള്ള് ഉലുവപ്പൊടി. ഉലുവപ്പൊടി അധികം കൂടരുത് കേട്ടോ, കനപ്പ് വരും. അപ്പൊ ഇത് ധാരാളമാണ്. നമുക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ റെഡിയായി. അപ്പൊ ഇത് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ വരട്ടെ. അപ്പൊ നമുക്ക് അടുത്ത തവണ ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.